പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ. നടപടി NIT നടത്തി സമർപ്പിച്ച സേഫ്റ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഭരണാനുമതി 4,27,98,673 രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന്. ഇവിടെ തിരൂർ ബോട്ടപകടം കൂടി വന്നപ്പോൾ കോടതിയുടെയും ഗവൺമെന്റിന്റെയും ശക്തമായ ഇടപെടലുണ്ടായി. വെള്ളത്തിനു മേലുള്ള ഇത്തരം സംവിധാനങ്ങളിൽ കർശനമായ പരിശോധനകൾ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഫൈനൽ അംഗീകാരം നൽകാൻ കഴിയുന്നുള്ള ഒരു പ്രശ്നം വന്നു. ഹാർബർ എഞ്ചിനീയറിംഗിന്റെ പരിശോധന നടന്നു, ഫയർഫോഴ്സിന്റെ പരിശോധന നടന്നു, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിശോധന നടന്നു, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിശോധന നടന്നു, പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന നടന്നു. അവസാനം ഇപ്പോൾ കോഴിക്കോട് NITയുടെ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് സംബന്ധിച്ചുള്ള ആ ഏരിയ സംബന്ധിച്ചുള്ള അവർ അതിന്റെ സ്റ്റെബിലിറ്റി, കാരണം ഈ വെള്ളത്തിന് മേലെ ജനങ്ങൾ വരുന്നത് സംബന്ധിച്ചുള്ള ഈ തിരൂരൊക്കെ അവസാനം ഉണ്ടായ അപകടം അതാണല്ലോ. അപ്പം അതിന് എല്ലാ ഷ്യൂരിറ്റി ഉറപ്പാക്കണം എന്നുള്ള പോയിന്റിലേക്ക് പോയി. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ ടെൻഡർ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പുവരികയും പ്രശ്നമുണ്ടായിരുന്നത് ഇത്രയും ഏജൻസികളുടെ പരിശോധന പൂർത്തിയാക്കാനുള്ള ഒരു കാലതാമസം എടുത്തു. ഇപ്പം NITയുടെ പരിശോധനയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പൂർത്തിയായത്. അത് സംബന്ധിച്ച് അവർ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു. ഇപ്പോൾ അന്തിമമായി അതിന്റെ അംഗീകാരം ഗവൺമെന്റ് നൽകി, ഈ പ്രോജക്റ്റിന് അന്തിമമായ അംഗീകാരം നൽകി. താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം, ഫയർഫോഴ്സ്, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, തുറമുഖ വകുപ്പ് തുടങ്ങിയവയും പുല്ലൂപ്പിക്കടവിൽ പരിശോധന നടത്തിയിരുന്നു. പദ്ധതിക്ക് മനഃപൂർവ്വമായ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും വിദഗ്ധ ഏജൻസികളുടെ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകേണ്ടതുകൊണ്ടാണ് വൈകിയതെന്നും MLA കൂട്ടിച്ചേർത്തു. 2023 സെപ്റ്റംബറിലാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ വാക്ക്വേ, ഇരിപ്പിട സൗകര്യങ്ങൾ, ടോയ്ലറ്റ് എന്നിവ പുല്ലൂപ്പിക്കടവിൽ സഞ്ചാരികൾക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. തറക്കല്ലിട്ട് 1 വർഷത്തിനകമാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടനം മുതൽ 2025 ഫെബ്രുവരി 28 വരെ 62,000-ലധികം പേർ പുല്ലൂപ്പിക്കടവ് വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. 12,33,210 രൂപയാണ് ഈ കാലയളവിലെ വരുമാനം. ഏപ്രിലിൽ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. റെസ്റ്റോറൻറ്റ് നടത്തിപ്പിന് പരിചയവും വൈദഗ്ധ്യമുള്ളവർ ടെൻഡറിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വരണമെന്നും MLA പറഞ്ഞു. കണ്ണൂർ ജില്ലയുടെയും മലബാർ മേഖലയുടെയും വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകും ഈ പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ PRD ചേംബറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രമേശനും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.